നമസ്കാരം. 8.5 വർഷക്കാലം ഇവിടുത്തെ ചില ചാനലുകളും ചില പത്രങ്ങളും കുറേയധികം യൂട്യൂബർമാരും നടിയെ ആക്രമിച്ചത് ദിലീപിൻ്റെ പകയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു. അതാണല്ലോ, അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാണല്ലോ ചർച്ച ചെയ്തത്. അതിജീവിതയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. അവർക്കായി സംസാരിച്ച, ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്ത ആണും പെണ്ണുമൊക്കെ സംഘടിതമായി ദിലീപിനെതിരെ നിഴൽയുദ്ധം നടത്തിയും ദിലീപ് എന്ന ജനപ്രിയ നായകനെ അടിപടലം തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ 8 വർഷം നമ്മൾ കണ്ടത്. നടിയെ ആക്രമിച്ചെങ്കിൽ അത് ചെയ്തവന്മാരെ ശിക്ഷിക്കണം എന്നല്ല, ദിലീപിനെ തകർക്കണം എന്നതായിരുന്നു ചിന്ത. അതിലവർ നന്നായി വിജയിച്ചു എന്ന് ഞാൻ പറയും. പ്രതിപട്ടികയിൽ ആയിപ്പോയതിനാൽ ദിലീപിന് കമാന്നൊരക്ഷരം മിണ്ടാനും ആയില്ല. ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ സംസാരിച്ച ഒരു മഹാനെ നടിയുടെ ആവശ്യപ്രകാരം നമ്മുടെ സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചാനലിൽ വന്നിരുന്ന് ദിലീപിനെതിരെ നിരന്തരം സംസാരിച്ചവനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി ഇടതുപക്ഷ സർക്കാർ. സർക്കാരിൻ്റെ വക്കീലിനോട് സംശയം തോന്നിയതുകൊണ്ട് അത് പോരാ എന്ന് തോന്നിയിട്ട് ചാനൽ ചർച്ചകളിൽ വിധി പറയുന്ന ഒരു പെണ്ണുപിള്ളയെ തൻ്റെ പേഴ്സണൽ വക്കീലാക്കി അതിജീവിത. 2 ഒന്നിനൊന്ന് മിച്ച. ഈ 2 ചാനൽ ജന്മങ്ങൾ ചുമ്മാ ചപ്പും ചവറും കോടതിയിൽ കൊണ്ടിടും. അത് കോരിക്കളയലായി പിന്നെ രാമപിള്ള വക്കീലിൻ്റെ ദൗത്യം. തങ്ങൾ വയ്ക്കുന്ന ഉണ്ടയില്ലാത്ത വെടികൾ ചീറ്റിപ്പോകുമ്പോൾ അതിൻ്റെയൊക്കെ പഴി ന്യായാധിപയ്ക്ക് നേരെയായി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളയുന്നതൊക്കെ ഹണിയം വർഗീസിൻ്റെ തലയിൽ വച്ചു കൊടുത്തിട്ട് ഹാർമോണിയം പെട്ടിയും വച്ചിരിക്കുന്ന ചാനൽ ജഡ്ജിമാരുമായി ചേർന്ന് ഇവറ്റകൾ ദിലീപിനെ ന്യായാധിപ, അല്ലെങ്കിൽ ദിലീപ് ന്യായാധിപയെ വിലക്കെടുത്തു എന്ന് പ്രഖ്യാപിച്ചു. അല്പം കറപ്ഷൻ തോന്നിക്കുന്നൊരു ന്യായാധിപയാണ് കസേരയിൽ ഇരുന്നിരുന്നതെങ്കിൽ തീർന്നേനെ ഇവർക്കൊക്കെ. കൃത്യനിഷ്ഠയുള്ള ജഡ്ജിയായിപ്പോയതിനാൽ ഇവരുടെ കളി വിജയിച്ചില്ല. ബിഗും റോസ് പൗഡറും കണ്ണുരുട്ടലും കാട്ടി ഒരു കലാകാരൻ എന്നത് പോട്ടെ, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് എന്തും കാണിക്കുന്ന ആളുമായി ദിലീപ് അകന്നില്ലായിരുന്നു എങ്കിൽ കൊട്ടാരക്കര വിക്രമൻ ഒരിക്കലും ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ ഉറഞ്ഞു തുള്ളുമായിരുന്നില്ല. വിക്രമൻ ചാനലിൽ പറഞ്ഞു കൂട്ടിയ ഭംഗത്തരങ്ങളെ ഒരിക്കലും ചാനലും തടഞ്ഞില്ല. പോലീസുകാരാണെങ്കിൽ അതൊന്ന് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. എന്ന് മാത്രമല്ല, പറ 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 എന്ന് പ്രോത്സാഹിപ്പിച്ചും കൊടുത്തു. ഇത്തരമൊരു കേസ് ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് എന്ന് ഒരു ചർച്ചയിൽ ചോദിച്ച ഞാനടക്കം 7 പേർക്കെതിരെ അന്ന് എ ഡി ജി പി ആയിരുന്ന പെണ്ണമ്പിള്ള ഓർഡറിട്ട് അങ്കമാലി പോലീസ് കേസെടുത്തു. ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങിയാണ് അങ്കമാലിയിൽ. ആ പെണ്ണമ്പിള്ളയ്ക്ക് തോന്നി, ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുന്ന യവന്മാരെ പിടിച്ചകത്തിടണമെന്ന്. മെമ്മറി കാർഡ് കോട്ടയം വണ്ടാനം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് സ്ക്രീൻ ചെയ്ത് പുതിയ ബലാത്സംഗ വഴികൾ പഠിപ്പിച്ചു എന്നുവരെ വിക്രമൻ ഈ ചാനലുകളിൽ വന്നിരുന്ന് തള്ളി. പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടൊന്നുമല്ല. എന്നാൽ അതിൻ്റെ തെളിവ് ആ വിക്രമാണെന്ന് ഒരൊറ്റ പോലീസ് യാമാനും ഈ നേരം വരെ വിക്രമനോട് ചോദിച്ചില്ല. കാനഡയിൽ ഒരാളിൻ്റെ പക്കൽ ആക്രമണ ദൃശ്യം ചിത്രീകരിച്ച മെമ്മറി കാർഡ് ഉണ്ടെന്നും മറ്റന്നാൾ ആ കാർഡ് തനിക്ക് കിട്ടുമെന്നും ചാനലുകൾക്ക്, എല്ലാ ചാനലുകൾക്കും അത് തരാമെന്നും ചാനൽ ചർച്ചയിൽ ഈ വിക്രമൻ, കൊട്ടാരക്കര വിക്രമൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇന്നേ ദിവസം വരെ കാർഡ് വന്നതുമില്ല. ഒരു ചാനലോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ വിക്രമ മെമ്മറി കാർഡ് എവിടെ എന്ന് ചോദിച്ചതുമില്ല. അവർക്ക് ദിലീപിനെയാണല്ലോ ടാർഗറ്റ്. ഒരു കഥയുമായി മിമിക്രിക്കാരനായ സംവിധായകൻ ആലപ്പിയിൽ നിന്ന് 3 വർഷം ദിലീപിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ ദിലീപ് പറഞ്ഞു, ബായി ആ കഥ കൊള്ളില്ല, നമുക്ക് കഥ മാറ്റി പിടിക്കാം. കഥ മാറ്റിച്ചു. പുതിയ കഥയും കൊണ്ട് ചെന്നപ്പോൾ അതും പോരാന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപ് ഈ മിമിക്രിക്കാരൻ്റെ ശത്രുവായി മാറി. അവസരം വന്നപ്പോൾ ചാനലുകളിൽ നാറ്റാവുന്നത്ര നാറ്റി ദിലീപിനെ. എൻ്റെ സമയം മോശമാണ്, വിചാരിച്ചത്ര പടങ്ങൾ ഓടുന്നില്ല, പ്രശസ്തരായ 2 സംവിധായകരുടെ പടം ഉടനെ ചെയ്യണം, അത് കഴിഞ്ഞ് ബായിയുടെ സിനിമ നമുക്ക് ചെയ്യാം,
താങ്കളുടെ കഴിഞ്ഞ 2 പടങ്ങളും ഓടിയിട്ടില്ലല്ലോ എന്ന് ദിലീപ് പറയുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് ചോദിച്ചാൽ മാക്ട ഫെഡറേഷനെ പൊളിച്ചടുക്കി ഫിഫ്ക രൂപീകരിക്കേണ്ടി വന്നു. മാക്ട ഫെഡറേഷനിൽ ഏകാധിപതിയെ പേടിച്ചടച്ച പണം അഡ്മിഷനൊക്കെ വേണ്ടി പേടിച്ച് ഭീഷണിപ്പെടുത്തി അടപ്പിച്ചല്ലോ. ലക്ഷക്കണക്കിന് രൂപ സ്വാഹ ആയിപ്പോയി, അടിച്ചോണ്ട് പോയി. ഇരിക്കാൻ കസേര കൊടുക്കാത്തവനെ, സംവിധായകൻ്റെ വിലാപം, ഒരു സംവിധായകൻ ചെന്നിട്ട് ഇരിക്കാൻ കസേര കൊടുക്കാത്തവനെ പറ്റി സംവിധായകൻ വിലപിച്ചപ്പോൾ തിലകനടക്കം അത് ആഘോഷമാക്കി. സംവിധായകൻ ദിലീപിൻ്റെ ശത്രുവുമായി. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ കണക്ക് കേരളത്തിലെ പട്ടണങ്ങളിലെ തിയേറ്ററുകൾ വിലസുമ്പോൾ കോടികൾ മുടക്കി പുതിയ തിയേറ്ററുകൾ കെട്ടിയാൽ പെർമിഷൻ കൊടുക്കാതെ പുതിയ സിനിമകളുടെ പ്രദർശനം തടഞ്ഞ് ഏകാധിപതിയെ പോലെ ഒരാൾ തിയേറ്റർ മുതലാളി നേതാവായി വിലസിയിരുന്നു വർഷങ്ങളോളം. ആ നേരുന്നറിയില്ലാത്ത നേതാവിനെ പൊളിച്ചടുക്കി ആൻ്റണി പെരുമ്പാവൂരുമായി ചേർന്ന് പുതിയ തിയേറ്റർ മുതലാളിമാരുടെ സംഘടന ദിലീപ് ഉണ്ടാക്കി, ഫിയോക്ക്. അയാൾ ദിലീപിൻ്റെ ശത്രുവായി മാറുക സ്വാഭാവികം. എന്നോടൊരു വാക്ക് പറയാതെ തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ നിന്നും കോടികൾ മുടക്കി വക്കീലിനെ ഇറക്കി രാമൻപിള്ളയെ നേരിടാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അതിജീവിത അനുസരിച്ചില്ല. അവർക്ക് ആ ADGP പെണ്ണുപിള്ളയാണ് രക്ഷക. ADGP പറയാതെ ഞാനത് അനുവദിക്കില്ല എന്നാണ് അതിജീവിത ഈ തിയേറ്റർ മുതലാളി സംഘടനയുടെ നേതാവിനോട് പറഞ്ഞത്. അത് മറച്ചു വയ്ക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം പരസ്യമായി തന്നെ അത് പറഞ്ഞു. ഏത് ആ റിട്ടയർഡ് തലശ്ശേരി തിയേറ്റർ ഉടമ നേതാവ്. എന്തുമാത്രം പക ദിലീപിനോട് അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. 1-2 കോടി പുല്ല് പോട്ടെന്നേ, ഞാൻ വക്കീലിന് പൈസ കൊടുക്കാം, നമുക്ക് അവിടെ നിന്ന് ഇറക്കാം ആളിനെ. രാമൻപിള്ളയെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെ ഞാൻ ഇറക്കി തരാമെന്നുണ്ട്. ADGP പറയാതെ ഇറക്കാക്കില്ല എന്ന് നടി പറഞ്ഞെന്ന്. നിങ്ങൾ ചിന്തിക്കണം. അത് എനിക്ക് ഡി സിനിമാസ് മാത്രമല്ലേ ഉള്ളൂ. അയാൾ എന്ത് പണ്ടാരം അടങ്ങുന്ന പണിയോ ചെയ്യട്ടെ എന്ന് ദിലീപ് വിചാരിച്ചിരുന്നുവെങ്കിൽ, ഫിയോക്ക് ഉണ്ടാക്കാതിരുന്നുവെങ്കിൽ ദിലീപിനെ അയാൾ ശത്രുവാക്കില്ലായിരുന്നു. ടാക്സ് അടയ്ക്കാനായി 2 കോടി രൂപ കടം ചോദിച്ചത് നൽകിയിരുന്നുവെങ്കിൽ ഒരു ചാനൽ മുതലാളിക്ക് രാവിലെ മുതൽ രാത്രി വരെ ഹാർമോണിയ പെട്ടിയും തുറന്നു വെച്ച് 6.5 വർഷക്കാലം ദിലീപിനെ താറടിച്ച ചാനൽ മുതലാളിയും മറ്റൊരു പെണ്ണുപിള്ളയും പിണങ്ങില്ലായിരുന്നു. ദിലീപിൻ്റെ പുക കാണാനായി നല്ല കഥകൾ മെനഞ്ഞ ആ ചാനൽ മുതലാളിയെ ആര് മറന്നാലും ദിലീപ് ജീവിതത്തിൽ മറക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തൻ്റെ ഓടക്കുഴൽ വായന എന്നോട് വേണ്ട. തനിക്ക് സ്നേഹിച്ച് കിട്ടിയ ഭാര്യ ഉണ്ടായിട്ടും ചാനലിലെ ഒരുത്തിയും കൊണ്ട് പോകുന്ന ചാനലിലൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് നടക്കുന്ന വേണുനാഥൻ വായിക്കുന്ന കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒരുത്തൻ്റെയും അവൻ്റെ സ്റ്റെപ്പിനിയുടെയും ശത്രുവായി മാറി ദിലീപ്. ഇപ്പോഴും പഞ്ചരത്നങ്ങൾ അടികൂടി വാർത്തയുടെ റേറ്റിംഗ് കൂട്ടുന്ന കളി നടത്തുന്ന ചാനലിൽ ദിലീപിനെതിരെ ഡ്രോൺ പറത്തി കളിക്കുകയാണ് ഈ സ്റ്റെപ്പിനി. ഇങ്ങനെ എത്ര പേരെ ദിലീപ് ശത്രുവാക്കി. അവരെല്ലാം അതിജീവിത കേസിൽ കഴിയുന്നത്ര ദിലീപിനെ പണിഞ്ഞു. എന്തിനധികം ദിലീപിൻ്റെ ഗുരുനാഥൻ വരെ പറയുന്നു അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന്. നീതി കിട്ടണമെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം. ഇതൊക്കെ ദിലീപ് അറിയുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഈ കണിയിലെ ഒരാളാണല്ലോ കാഞ്ഞിരംകുളം മുത്തു. സൂപ്പർ ഹിറ്റുകൾ നൽകിയ എത്രയോ സുഹൃത്തുക്കൾ ദിലീപിനുള്ളപ്പോൾ, ജോഷി സാറിനെയും സത്യനന്ദിക്കാരനെയും പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുക്കുന്ന വലിയ സംവിധായകർ കൂടെ ഉള്ളപ്പോൾ ഒരു പൊട്ട പടഞ്ഞത കാഞ്ഞിരംകുളം മുത്തുവിനെ വീട്ടിൽ കയറ്റി പൊറുതിയാക്കിയതും ലക്ഷങ്ങൾ കൊടുത്തതും അയാൾ ചിന്തിച്ചതും ഇതൊക്കെ എന്തിനാണ് ഇയാൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യാസൻ എടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെ ഉണ്ടായിട്ടും ഈ പിക്ക് പോക്കറ്റുകാരനെ ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ദിലീപിനോട് ആരും ചോദിച്ചതുമില്ല. യവൻ നാളെ ഒറ്റുമെന്ന് പാവം ദിലീപ് കരുതി കാണില്ല. ദിലീപ് സാർ എന്ന് പറഞ്ഞ് പിറകെ നടന്ന് തൻ്റെ സ്വകാര്യതകൾ നാളെ വിറ്റെടുക്കാനായി ചോർത്തുകയാണ് ഈ എർത്തെന്ന് ദിലീപും ചിന്തിച്ചില്ല. അതാരും ചിന്തിക്കില്ല. നമ്മളെ വീട്ടിൽ വരുന്ന ആൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് നമ്മൾ നോക്കൂ. ചിന്തിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഈ പൊട്ടം വന്നിരുന്ന് പുളു അടിക്കുന്നത് കേൾക്കാൻ ചിരിക്കാനുള്ള വകകളാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചായിരിക്കാം ദിലീപ് അവനെ പ്രോത്സാഹിപ്പിച്ചത്. 2017
കേസിൻ്റെ തുടക്കം. സാക്ഷി വിസ്താരം, അന്വേഷണം ഒക്കെ കഴിഞ്ഞ് കോടതി വിചാരണ പൂർത്തിയാക്കാൻ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചാൽ മതി എന്ന ഘട്ടത്തിൽ എത്തിയുമ്പോഴാണല്ലോ പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം വിചാരണയ്ക്ക് ചെല്ലാതെ നീട്ടി കൊണ്ടുപോകുന്ന കാലത്താണ് അതാ വരുന്നു നമ്മുടെ ബാലൻ എന്ന മുത്തു. വെളിപ്പെടുത്തൽ, ഡിജിറ്റൽ തെളിവുകൾ എല്ലാം കോടതിയിലെത്തിക്കുന്നു. വീണ്ടും അന്വേഷണം തുടരുന്നു 3 വർഷം. തൽക്കാലത്തേക്ക് ബൈജു പൗലോസിന് സമാധാനമായി. വിചാരണ നേരിടാതെ 3 വർഷം കേസ് നീണ്ടു അല്ലെങ്കിൽ നീട്ടി. ബാലൻ കൊണ്ടുവന്ന തെളിവുകൾ ദിലീപിനെ പൂട്ടുമെന്ന സന്തോഷത്തിൽ പ്രോസിക്യൂഷൻ തുള്ളിച്ചാടിയതാണ്. റിട്ടയർഡ് ഒരു പുളുവനുണ്ടല്ലോ, DSP, സ്വപ്നം കണ്ട കണക്ക് ദിലീപ് ചുരുങ്ങിയത് 20 വർഷം അഴിക്കുള്ളിൽ കിടക്കും ബാലൻ്റെ അല്ലെങ്കിൽ മുത്തുവിൻ്റെ, കാഞ്ഞിരംകുളം മുത്തുവിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 20 വർഷം ദിലീപ് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമെന്ന് വിചാരിച്ചു.